അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 6ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാനിൻ്റെ 1ാമത്തെ പാഠം അദ്ദർസുൽ അവ്വൽ, പാഠം 1, ഖൈറുൽ ഉമ്മ. ഇതാണ് പാഠത്തിൻ്റെ പേര്. സമുദായത്തിലെ ഉത്തമർ. നമുക്ക് നോക്കാം ഈ പാഠത്തിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങളും അതിനുശേഷം തദ്രീബാത്തിലുള്ള ഭാഗവും കൂടി നമുക്ക് നോക്കാം. ഖൈറുൽ ഉമ്മ. 1,24,000 പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചു. ഓരോ പ്രവാചകനും നിശ്ചിത സമുദായവും ഉണ്ടായിരുന്നു. അന്ത്യപ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടത് മുഴുവൻ ജനങ്ങളിലേക്കുമാണ്. ഏറ്റവും ഉത്തമമായ സമുദായമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായം. അള്ളാഹു തആല പറയുന്നു, കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. മുഹമ്മദ് നബിയുടെ സമുദായമേ, നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഉത്തമ സമുദായമാണ്. നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഉത്തമ സമുദായമാണ്. ഈ ഉമ്മത്തിന് ഉന്നതമായ സ്ഥാനം ലഭിക്കാനുള്ള കാരണം അള്ളാഹു പറയുന്നു, തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ്. നിങ്ങൾ സൽക്കർമ്മങ്ങൾ കൊണ്ട് കൽപ്പിക്കുകയും ദുഷ്കർമ്മങ്ങളിൽ നിന്ന് തടയുകയും അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുന്നു. ഏറ്റവും ഉത്തമ സമുദായം എന്നുള്ളത് മുഹമ്മദ് നബിയുടെ സമുദായമാണ്. എന്നാൽ ആ സ്ഥാനത്തേക്ക് എത്താനുള്ള കാരണം 3 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. തഅ്മുറൂന ബിൽ മഅറൂഫി, സൽക്കർമ്മങ്ങൾ കൊണ്ട് കൽപ്പിക്കുന്നു. വതൻഹൗന അനിൽ മുൻകരി, ദുഷ്കർമ്മങ്ങളിൽ നിന്ന് തടയുന്നു. വതുഅ്മിനൂന ബില്ലാ, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുന്നു. ഈ 3 ഗുണങ്ങൾ ഉണ്ടായാൽ മാത്രമേ നാം ഉത്തമ സമുദായത്തിൽ പെട്ടവരാവുകയുള്ളൂ. ഉത്തമ സമുദായത്തിൻ്റെ ചില പ്രത്യേകതകൾ: സൽക്കർമ്മം കൊണ്ട് കൽപ്പിക്കുകയും ദുഷ്കർമ്മം തടയും. സൽക്കർമ്മം കൊണ്ട് കൽപ്പിക്കും, ദുഷ്കർമ്മം തടയും. 2, വഴികേടിൻ്റെ മേൽ ഒന്നിക്കുകയില്ല. വഴികേടിൻ്റെ മേൽ ഒന്നിക്കുകയില്ല. പരലോകത്ത് ആദ്യം വിചാരണക്ക് വിളിക്കപ്പെടും. അടുത്തത്, ആദ്യം സ്വർഗപ്രവേശനം ലഭിക്കും. അടുത്തത്, 70,000 പേർ ഹിസാബോ അദാബോ ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കും. അടുത്ത ഭാഗം, വുളൂ കാരണം മഹ്ശറിൽ കൈകാൽ, മുഖം എന്നിവ പ്രകാശിക്കുന്നവരാകും. ഇതാണ് ഉത്തമ സമുദായത്തിൻ്റെ പ്രത്യേകതകൾ. സൽക്കർമ്മം കൊണ്ട് കൽപ്പിക്കും, ദുഷ്കർമ്മം തടയും, വഴികേടിൻ്റെ മേൽ ഒന്നിക്കുകയില്ല. പരലോകത്താണെങ്കിൽ ഉണ്ടാകുന്ന ചില പ്രത്യേകതകളാണ്: ആദ്യം വിചാരണക്ക് വിളിക്കപ്പെടും, ആദ്യം സ്വർഗപ്രവേശനം ലഭിക്കും, 70,000 പേര് ഹിസാബോ അദാബോ ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കും. വുളൂ കാരണം മഹ്ശറിൽ കൈകാൽ, മുഖം എന്നിവ പ്രകാശിക്കുന്നവരാകും. സ്വർഗനിവാസികളിൽ 2/3 ഭാഗം ഈ ഉമ്മത്തായിരിക്കും. അതിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇനി പാഠഭാഗത്തിൻ്റെ തദ്രീബാത്ത് നമുക്ക് നോക്കാം. അള്ളാഹു നിയോഗിച്ച പ്രവാചകന്മാർ എത്ര? ഉത്തരം, 1,24,000 പ്രവാചകന്മാരാണ്. 1,24,000 പ്രവാചകന്മാരാണ്. ചോദ്യം 2, മുഴുവൻ ജനങ്ങളിലേക്കും നിയോഗിക്കപ്പെട്ട പ്രവാചകൻ ആരാകുന്നു? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചോദ്യം 3, ഉത്തമ സമുദായം ആരാകുന്നു? ഉത്തരം, ഏറ്റവും ഉത്തമമായ സമുദായമാണ് മുഹമ്മദ് നബിയുടെ സമുദായം. ഏറ്റവും ഉത്തമമായ സമുദായമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായം. ചോദ്യം 4, മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന് ഉന്നത സ്ഥാനം ലഭിക്കാൻ കാരണമെന്ത്? ഉത്തരം, നിങ്ങൾ സൽക്കർമ്മങ്ങൾ കൊണ്ട് കൽപ്പിക്കുകയും ദുഷ്കർമ്മങ്ങളിൽ നിന്ന് തടയുകയും അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുന്നു. അതാണ് കാരണം. ചോദ്യം 5,
നാം ഉത്തമ സമുദായത്തിൽപ്പെട്ടവരാകാൻ എന്തു ചെയ്യണം? ഉത്തരം: നിങ്ങൾ സൽക്കർമ്മങ്ങൾ കൊണ്ട് കൽപ്പിക്കുകയും ദുഷ്കർമ്മങ്ങളിൽ നിന്ന് തടയുകയും അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യണം. ചോദ്യം 6. ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകതകളിൽ നിന്ന് 4 എഴുതുക. ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകതകളിൽ നിന്ന് 4. ഉത്തരം: സൽക്കർമ്മം കൊണ്ട് കൽപ്പിക്കും, ദുഷ്കർമ്മം തടയും, വഴികേടിൻ്റെ മേൽ ഒന്നിക്കുകയില്ല, പരലോകത്ത് ആദ്യം വിചാരണക്ക് വിളിക്കപ്പെടും, ആദ്യം സ്വർഗപ്രവേശനം ലഭിക്കും, 70,000 പേർ ഹിസാബോ അദാബോ ഇല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കും, വുളൂ കാരണം മഹ്ശറിൽ കൈകാൽ, മുഖം എന്നിവ പ്രകാശിക്കുന്നവരായിരിക്കും. ചോദ്യത്തിൻ്റെ 3ാമത്തെ ഭാഗം പൂരിപ്പിച്ച് സാരം എഴുതുക. അഥവാ ഇവിടെയുള്ള ആയത്ത് പൂരിപ്പിച്ച് അതിൻ്റെ അർത്ഥം എഴുതണം. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഉത്തമ സമുദായമാണ്. നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഉത്തമ സമുദായമാണ്. പാഠഭാഗങ്ങളൊക്കെ നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം നേടാൻ ശ്രദ്ധിക്കുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.